ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ടൈം ടേബിൾ. ഈ ടൈം ടേബിളിന്റെ പ്രയോജനം ഇതൊക്കെയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. നമുക്ക് ഇതിന്റെ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിൽ ആയിട്ടുള്ള കമ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് ആണ്. എന്ന് പറയാൻ ഇനിയിപ്പോൾ ഫെയിൽ ആയിട്ട് അടുത്ത് എഴുതാൻ പോകുന്നവരാണ്. അല്ലാതെ ഇമ്പ്രൂവ് ചെയ്യുന്നവർക്ക് എന്ന് പറയാൻ വലിയ ടെൻഷൻ ഇല്ല. കാരണം അവർക്ക് ഇമ്പ്രൂവ്മെന്റ് ആണ്. എല്ലാ സബ്ജക്റ്റും ജയിച്ചു ഒരു സബ്ജക്റ്റിനൊന്ന് കൂട്ടി മാർക്ക് വാങ്ങാൻ വേണ്ടിയുള്ളവർക്കാവുമ്പോൾ അത്രയ്ക്ക് ടെൻഷൻ ഇല്ല. പക്ഷേ ഫെയിൽ ആയവരുടെ കാര്യം അതങ്ങനെയല്ല. അവരുടെ മനസ്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഏറ്റവും വിഷമിക്കുന്ന ഒരു സമയം തന്നെയാണ്. അതിൻ്റെ ഒരു തർക്കമില്ല. വീട്ടുകാരാണേലും ആ കുട്ടിയാണേലും വിഷമിക്കുന്ന സമയം. പക്ഷെ അതൊക്കെ നമുക്ക് കവറപ്പ് ചെയ്തു പോകണം. എല്ലാ വർഷങ്ങളിലും ഇതൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടെന്നല്ല, ആ വിഷമത്തെ വെച്ചുകൊണ്ട് കാര്യങ്ങളൊന്നും നഷ്ടപ്പെടുത്തരുത് എന്നാണ്. നമുക്ക് ഇതെല്ലാം നേടിയെടുക്കാൻ പറ്റും കേട്ടോ, വളരെ എളുപ്പത്തിൽ. ഈ ഒരു മാസം, ആ ഒരു മാസം ഉണ്ടെന്നുള്ളതാണ് നമുക്ക് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ആയിട്ടുള്ള സംഭവം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഭവം, ഒരു മാസം തികച്ചുണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ജയിക്കണം. ഞാൻ ജയിച്ചേ പറ്റൂ. ആ രീതി കൂടെ ആയിരിക്കണം നമ്മുടെ ഓരോ വർക്കുകളും മുന്നോട്ടുള്ളത്. ഈ ഒരു മാസം കൊണ്ട് നമ്മൾ എത്ര സബ്ജക്റ്റ് ആണ് പോയത് അത് ജയിച്ചിരിക്കും എന്നുള്ളൊരു ദൃഢപ്രതിജ്ഞയോടെ എടുത്ത് നിങ്ങൾ പഠിച്ചാൽ നമ്മളും കൂടെ ഉണ്ടാവും. നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ജയിക്കാൻ പറ്റും. ഒരു ഡബിൾ പാസിന് മേളിൽ എത്തിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് തരുന്നത്. കാരണം ഒരാൾ പോലും തോക്കരുത്. നമ്മളിത് വർഷങ്ങളായിട്ട് ചെയ്യുന്നതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഒരു കുട്ടിയെ ജയിപ്പിക്കാൻ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും മാക്സിമം നമുക്ക് അതിനുള്ള ചാൻസ് ഉണ്ട്, സാധ്യതയുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ടുള്ള സബ്ജക്ട്സുകളൊക്കെ ഞാൻ ഈ റൗണ്ട് ഇട്ടേക്കുന്നത്. പിന്നെ ആർട്സ് സബ്ജക്ട്സ്, മറ്റേ കൊമേഴ്സിലെ കാര്യങ്ങൾ ഞാൻ കൂടുതൽ കാണിച്ചിട്ടില്ല. അക്കൗണ്ടൻസിയൊക്കെ ഉണ്ട്. എന്നാലും കൂടുതലായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഇതൊക്കെ. മറ്റുള്ള സബ്ജക്റ്റ് ഫെയിൽ ആയിട്ടുണ്ട്, എന്നാലും നമുക്കുള്ള ക്ലാസ്സുകൾ ഇത്രയാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ക്ലാസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് +2 ഉറപ്പായിട്ട് ജയിപ്പിക്കുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും തരാം. നിങ്ങളുടെ ഡൗട്ട്സുകളും ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് ജയിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള എല്ലാം തന്നായിരിക്കും ക്ലാസ്സുകൾ. ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ടൈം ടേബിൾ നോക്കിക്കുക. 29-ാം തീയതി തുടങ്ങുന്നത് മൺഡേ ആണ്. അന്ന് രാവിലെ സെക്കൻഡ് ലാംഗ്വേജ് മിക്കവാറും ആരും എഴുതാൻ കാണത്തില്ല. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം കെമിസ്ട്രി ആണ്. അത് ഇച്ചിരിയേറെ ആൾക്കാരുണ്ട്. നെക്സ്റ്റ് 30-ാം തീയതി നമുക്ക് എല്ലാം കണ്ടോ കണ്ടിന്യൂസ് ആയിട്ടാണ് കേട്ടോ. എങ്ങുമേ ഒരു ഗ്യാപ്പില്ല. പക്ഷെ നമുക്ക് ആദ്യം കിട്ടുന്ന സമയം ഇതെല്ലാം കൂടെ എഴുതാൻ കാണുന്നവരുടെ എണ്ണം കുറവാണ്. അപ്പോൾ 2 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 3 അങ്ങനെയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല, നമുക്ക് സമയമുണ്ട്. ഇപ്പൊ ഇംഗ്ലീഷ് ഇല്ലാത്തവർക്ക് തന്നെ കെമിസ്ട്രി കഴിഞ്ഞാൽ പിന്നെ ബയോളജി, ചിലപ്പോൾ ഇത് രണ്ടും ഇല്ലാത്തവർക്ക് ഫിസിക്സ് എത്താൻ കണ്ടോ 2 ദിവസം ഗ്യാപ്പൊക്കെ ഉണ്ട്. അപ്പൊ പഠിക്കാൻ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉറപ്പിച്ച് ജയിക്കാനുള്ള എല്ലാ വഴികളും ഇതിനുള്ളിൽ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് 30-ാം തീയതി ഇംഗ്ലീഷ് ആണ്. രാവിലെ, ഉച്ചയ്ക്ക് ശേഷം അക്കൗണ്ടൻസി ആണ്. നെക്സ്റ്റ് വെനസ്ഡേ ആണ്. അന്ന് നമുക്ക് ആഫ്റ്റർനൂണിൽ ഉള്ള എക്സാം, രാവിലെ ഇല്ല ബയോളജി. തേഴ്സ്ഡേ വ്യാഴാഴ്ച നമുക്ക് ഫിസിക്സ് ആണ് രാവിലെ, ഉച്ചയ്ക്ക് ശേഷം എക്കണോമിക്സ് ഉണ്ട്. ഫ്രൈഡേ നമ്മുടെ ഫ്രൈഡേ കേട്ടോ മാത്സ് ആണ്. അന്ന് ഫ്രൈ ചെയ്യാതിരുന്ന ഭാഗ്യം. ഇപ്പൊ നമുക്ക് +2 എല്ലാം ഫ്രൈ ചെയ്ത് ഇട്ട് എല്ലാവരും കിടന്ന് പ്രശ്നമായിക്കാണ്. ഇനി ഒരു ഫ്രൈക്കോടുള്ള ആവതില്ല, നമുക്ക് അതിനുള്ള കഴിവില്ല. അതുകൊണ്ട് ഈ വർഷം ജയിക്കാനുള്ള രീതി കൂടെ പഠിച്ചു. കാരണം അവരിപ്പം എക്സാം വെച്ച് ടഫ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൺസിഡറേഷനും തരുന്നില്ല. അപ്പം നമ്മൾ പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ മാറ്റം കാര്യം. അല്ലാതെ ഇതിനെ നമുക്ക് മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഫ്രൈ ആവാതിരിക്കാൻ സൂക്ഷിക്കുക. ഫ്രൈഡേയിൽ ഇപ്പൊ മാത്സ് ആണ്. ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഹോം സയൻസും കമ്പ്യൂട്ടർ സയൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ജയിക്കുക എന്നുള്ളത് മാത്രമേ മനസ്സിൽ കരുതിയാൽ മതി. പല കാര്യങ്ങളും നമ്മളൊന്ന് മാറ്റി വെക്കണം. ഈ മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നതല്ല, നമ്മുടെ ഇന്നലെ വരെയുള്ള റിസൾട്ടിന് മുമ്പുള്ള മനോഭാവം അല്ല ഇന്നത്തേത്, അല്ലേ? അപ്പൊ അതിനനുസരിച്ച് നമുക്കും കാര്യങ്ങൾ മാറ്റണം. നമുക്ക് എന്താണോ ഇപ്പൊ ലക്ഷ്യം, നമ്മുടെ ഉദ്ദേശം എന്താണ്, എങ്ങനെയെങ്കിലും. കാരണം നാട്ടുകാർ ഇങ്ങനെ കണ്ണു നോക്കിയിരിക്കുക, ഇവൻ എന്തുവാടാ ഇനി അടുത്ത ജയിച്ചോ തോറ്റോ. ചിലപ്പോൾ തോറ്റവരാണെങ്കിൽ ചിലപ്പോൾ ഉടനെ പറഞ്ഞു കാണത്തില്ല. അപ്പൊ നാട്ടുകാർക്ക് ഒരു സംശയം കാണാം. അപ്പൊ അതൊക്കെ നമ്മൾ നോക്കണ്ട. നമ്മുടെ അവരെ മുന്നിൽ അടുത്ത വർഷം ഇത് ജയിച്ചിട്ടുള്ള ഒരു കോഴ്സിന് പോകുന്നതായിട്ട് കാണിക്കുക. ആ മനസ്സിന്റെ ഉണ്ടല്ലോ, ആ ദൃഢപ്രതിജ്ഞ, അങ്ങനെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പഠിക്കാനുള്ളൊരു കഴിവ് കിട്ടും. ഇവന്മാരെ ഒന്നും നോക്കിയൊന്നുമല്ല, ഞാൻ ജയിച്ചിരിക്കും ആ രീതിയിൽ കൂടെ നിങ്ങളൊരു പ്രതിജ്ഞ മീൻസ് അത് വേണം മോനെ. നമ്മൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ പഴയ പോലെ നിന്നിട്ട് കാര്യമില്ലല്ലോ. ജയിക്കാൻ വേണ്ടി ഏത് അറ്റം വരെ പോകാന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് വേറെ ഒന്നും വേണ്ട, പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. പഠിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു കാര്യം. നമുക്കൊരു കുട്ടി 1 മണിക്കൂർ പഠിച്ചു. 3 പേര് A, B, C. ഈ 3 പേര് 1 മണിക്കൂർ ഒരു സബ്ജക്ട്, ഒരു മാത്സിനാണെങ്കിൽ പഠിച്ചു. പക്ഷെ 3 പേർക്കും പരീക്ഷ എഴുതാൻ കിട്ടുന്നത് പല രീതിയിൽ കൂടെ ആയിരിക്കും, അല്ലാതെ ഒരേ പോലെ അല്ല. കാരണം കഴിവുകളുടെ വ്യത്യാസം, ഓരോരുത്തർ കഴിവുണ്ടല്ലോ പഠിക്കാനുള്ള കഴിവിന്റെ ഒരു കാര്യങ്ങൾ. നെക്സ്റ്റ് പഠിക്കുന്നതിനുള്ളിലുള്ള കാര്യം അത് പ്രയോജനമാകുന്ന രീതിയിൽ കൂടെ എക്സാമിനാണോ എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മളൊരു കാര്യം പഠിച്ചു,
അത് പരീക്ഷയ്ക്ക് വന്നെങ്കിലല്ലേ പ്രയോജനമുള്ളൂ. അപ്പൊ പരീക്ഷയ്ക്ക് വരുന്നതിനെ വെച്ച് പഠിച്ചെങ്കിൽ മാത്രമേ പ്രയോജനമുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആ രീതിയിലുള്ള ക്ലാസ് ആണ് നമ്മൾ തരുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേസ്റ്റ് ആവത്തില്ല. നിങ്ങൾ പഠിക്കുന്നതിന്റെ എക്സാമിന് വരെ നിങ്ങൾ ഇരുന്ന് പഠിച്ചാൽ മതി. റിപ്പീറ്റ് ചെയ്തൊന്ന് ചെയ്ത് പഠിക്കുക നമ്മൾ തരുന്ന ക്ലാസ്സുകൾ. ഓക്കെ, അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ജയിക്കാൻ പറ്റും. നമ്മൾ പഠിക്കേണ്ട രീതികൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ പറഞ്ഞു തന്ന് ആണ് തരുന്നത്. നിങ്ങൾ എത്ര ചെയ്താൽ മതി. ഒത്തിരി ഇതുവരെയുള്ള നമ്മുടെ ആക്ടിവിറ്റീസ്, സോഷ്യൽ മീഡിയ ആണ് മെയിൻ, അവനെ ഒന്ന് കുറച്ചേ പറ്റൂ. കാരണം നമുക്ക് ടൈം വേണം, ആരോഗ്യം വേണം. മറ്റേ നമുക്ക് ഉറക്കം വരും. ഒത്തിരി നേരം നോക്കിക്കഴിഞ്ഞാൽ ഉറക്കം വരും. ഉറക്കം വന്നാൽ പിന്നെ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. കാരണം ഇഷ്ടമല്ലാത്ത സംഭവം പഠിക്കുന്നത്. അപ്പൊ ഇഷ്ടമല്ലാത്ത സമയത്ത് ഉറക്കം വരുമ്പോൾ ഇതൊരിക്കലും പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നല്ല ഫ്രഷ് ആയിട്ട് ഇരുന്ന് പഠിക്കണം. അതിനുവേണ്ടിയാണ് മറ്റേക്ക് ഒന്ന് ഓഫ് ചെയ്തിടുക. ഒരു മാസത്തേക്ക് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ നോക്കാതിരിക്കുക. ടെക്സ്റ്റ് ബുക്ക് വേണ്ട, നമ്മുടെ നോട്ട്ബുക്ക്, പഠിക്കുന്ന ക്ലാസ് ഇതിരുന്ന് പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് ജയിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അങ്ങോട്ട് ഇപ്പൊ ഒന്ന് ജയിച്ചായിരുന്നെങ്കിൽ നിങ്ങൾ തന്നെ ആയിരിക്കും ഇവിടെയൊക്കെ പോകാമായിരുന്നു അല്ലേ. എവിടെയൊക്കെ ആൾക്കാരെയൊക്കെ ഒന്ന് വിളിക്കാം, എവിടെയൊക്കെ പോകാം, അതെല്ലാം ഇപ്പൊ നഷ്ടപ്പെട്ടിരിക്കുക. അപ്പൊ അതിനെല്ലാം മാറ്റം വരുത്താൻ നിങ്ങൾക്ക് തന്നെ പറ്റുള്ളൂ. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിനെല്ലാം ചെയ്യേണ്ടത്. സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളാണേലും അല്ലെങ്കിൽ പേരൻസ് ആണേലും സാറുമാരെ ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ തന്നെ ചെയ്തേ പറ്റൂ. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ തന്നെ തീർക്കണം. പക്ഷെ അതിനുള്ള ഫെസിലിറ്റീസ് മറ്റുള്ളവർക്ക് തരാനേ പറ്റുള്ളൂ. അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പഠിക്കുക എന്നുള്ള ഒരു ഉറപ്പ് നമ്മൾ തന്നെ ബുക്കിലോട്ട് എഴുതണം. ഞാൻ ഇന്ന് തൊട്ട് പഠിച്ചിരിക്കും, ജയിച്ചിരിക്കും എന്നുള്ള രീതി കൂടെ, കാണുന്ന രീതി കൂടെ ഒരു ബോർഡൊക്കെ വേണം അങ്ങോട്ട് റൂമിനുള്ളിൽ പഠിക്കുന്നതിന് മുന്നിൽ ജയിച്ചിരിക്കും എന്നുള്ള എപ്പോഴും കോൺഫിഡൻസ് ലെവൽ കൂട്ടി നിൽക്കാൻ, താഴോട്ട് പോകാതിരിക്കാൻ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ എല്ലാവരും പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാക്സിമം നമ്മുടെ വാട്സാപ്പിലോട്ട് നിങ്ങൾക്ക് ചോദിക്കാം, വിളിച്ചു ചോദിക്കാം. നമുക്ക് ഒത്തിരി കോളും കാര്യങ്ങളും വരുന്നുണ്ട്. ഞാൻ മാക്സിമം നിങ്ങൾക്ക് റിപ്ലൈ തരുന്നുണ്ട്. കാരണം പല കുട്ടികൾക്കും ജയിച്ചോ തോറ്റോ എന്നുള്ളത് ഇപ്പോഴും അറിയാത്തവരുണ്ട്. അതിന്റെ കാര്യങ്ങളും ക്ലാരിറ്റി ആയിട്ട് നമ്മുടെ വീഡിയോ പിന്നീടെത്തും. എല്ലാവരും നമ്മുടെ ക്ലാസ്സുകൾ കാണാൻ വേണ്ടി ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ബെൽ ബട്ടനൊക്കെ എനേബിൾ ചെയ്തിടുക. മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്കുക. കാരണം പല കുട്ടികൾക്കും പല ഡയറക്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് പല കാര്യങ്ങളും നഷ്ടപ്പെടും. ഇനിയുള്ള സമയങ്ങൾ വളരെ കുറവാണ്. ഓക്കെ, എല്ലാവരും ലെവൽ കൂട്ടി പഠിച്ചോ, മാക്സിമം പഠിച്ചോ. എല്ലാവരും ചെയ്യും. ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.